കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പൊ ദാ നോക്ക്, ഭഗവാന്റെ ചിത്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അതും വെണ്ണക്കണ്ണന്റെ. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ ചിത്രം വര രംഗത്തേക്ക് എത്തിയത് എന്നറിയാൻ നിങ്ങൾക്ക് പലർക്കും താല്പര്യം ഉണ്ടാവുമല്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ചിത്രം വര പഠിച്ചിട്ട് ചിത്രരചനയിലോട്ട് വന്ന ആളല്ലാട്ടോ. ജന്മന എനിക്ക് കിട്ടിയ ഒരു കഴിവാണ് ചിത്രം വരയ്ക്കാനുള്ളത്. അതുപോലെ തന്നെ ഒത്തിരി ഹാൻഡിക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ ജന്മന എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു കഴിവാണ് ദേ നിങ്ങൾ ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്നത്. ഈ ഒരു ചിത്രം മാത്രം അല്ലാട്ടോ ഞാൻ വരയ്ക്കുന്നത്. എന്റെ ചെറുപ്പത്തില് ബാല്യകാലം, കൗമാരം, യൗവനം വരെ ഞാൻ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. വാട്ടർ കളർ, മ്യൂറൽ പെയിന്റിങ്, ഓയിൽ പെയിന്റ്, പെൻസിൽ ഡ്രോയിങ്, പോർട്രേറ്റ്, കാരിക്കേച്ചർ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എനിക്ക് എൻ്റെ ജന്മനാ കിട്ടിയ കഴിവാണ് എൻ്റെ ചിത്രം വര എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അഭിമാനമാണ്. കാരണം ഞാൻ ഒരു ടൈപ്പ് ചിത്രം മാത്രമല്ല വരയ്ക്കുന്നത്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന വ്യക്തിയാണ്. അതെനിക്കിന്ന് അഭിമാനത്തോടും അന്തസ്സോടും കൂടി ലോകത്തോട് വിളിച്ചു പറയാൻ യാതൊരുവിധ മടിയുമില്ല. എന്തുകൊണ്ടാണെന്നല്ലേ, ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളായതുകൊണ്ട്. അല്ലാതെ ദേ നോക്കിയേ, ഈ ഒരു വെണ്ണക്കണ്ണനെ മാത്രം അല്ലാട്ടോ ഞാൻ വരയ്ക്കുന്നത്. ഒരു പിക്ചർ മാത്രം വരച്ചുകൊണ്ടിരിക്കുന്നവരുടെ ചിത്രരചന പാടവം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ അല്ലേ. ഒരു ആർട്ടിസ്റ്റ് ആയാൽ നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ, അതും വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടാവണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാത്തവരെ എന്തു പറയണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. ഞാനൊരു ചിത്രകാരിയാണ് എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ വന്ന് അഭിമാനപൂർവ്വം ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു അവസരം എനിക്ക് തന്നത് ഗുരുവായൂരപ്പനാണ് കേട്ടോ. ദാ ഈ ഒരു വെണ്ണക്കണ്ണന്റെ ചിത്രം വരച്ചത് മുതലാണ് ഞാനൊരു ചിത്രകാരിയാണ് എന്നുള്ള ഒരു കാര്യം ലോകം അറിഞ്ഞത്. വീണ്ടും വർഷങ്ങൾക്ക് ഇപ്പുറം ചിത്രം വരയ്ക്കാൻ ഗുരുവായൂരപ്പൻ എന്നോട് പറഞ്ഞപ്പോൾ അതിനൊരു കാരണം ഉണ്ടായിട്ടായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും ജീവിതത്തിന്റെ ഒരു ഘട്ടം വരെ ചിത്രരചന എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇടയ്ക്ക് എപ്പോഴും വെച്ചോ അത് നിന്നുപോയി. നിനക്ക് ചിത്രം വരയ്ക്കാനുള്ള ഒരു കഴിവ് നിന്റെ ഉള്ളിലില്ലേ, നീ ചിത്രം വരയ്ക്കണം എന്ന് ഉള്ളിലിരുന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞപ്പോൾ അത് എന്തിനൊക്കെയോ ഉള്ള തുടക്കമായിരുന്നു അല്ലേ. ഞാനൊരു ചിത്രകാരിയാണ് എന്നുള്ള ഒരു കാര്യം ലോകം അറിയാനും, അതുമാത്രമല്ല ചിലർക്കുള്ള മറുപടികളാണ് എന്റെ ഈ ചിത്രരചന എന്ന് പറയുന്നത്. അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാതെ നടക്കുന്ന ചിലരുടെയൊക്കെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് ചില നേരങ്ങളിൽ ഭഗവാൻ ചിലരെ നിമിത്തമാക്കും. അങ്ങനെ ഒരു നിമിത്തമായവളാണ് ഞാൻ. അതുവഴി ഞാനിപ്പം വലിയൊരു ഗുരുവായൂരപ്പൻ ഭക്തയാണ് കേട്ടോ. ഒരു ദേവി ഭക്ത മാത്രമായിരുന്ന എന്നെ ഈ വൈകിയ വേളയിൽ ഗുരുവായൂരപ്പന്റെ ഭക്തിയാക്കി തീർത്തു ഗുരുവായൂരപ്പൻ. വല്ലാത്തൊരു മായാജാലക്കാരനാണ് കേട്ടോ ഭഗവാനെ, ഇന്ദ്രജാലക്കാരാ. അപ്പോൾ അഹങ്കാരം പിടിച്ചവരുടെ അഹങ്കാരം ശമിപ്പിക്കാനും ഒക്കെ ഭഗവാൻ എന്നെ നിമിത്തമാക്കി. അതിലെനിക്കിന്ന് വലിയൊരു സന്തോഷമുണ്ട്. കാരണം എന്നിലെ കഴിവ് ഇന്ന് ലോകം അറിയാൻ കാരണം ഈ ഗുരുവായൂരപ്പനാണല്ലോ എന്നോർക്കുമ്പോൾ ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കൃഷ്ണന്റെ അമ്പലങ്ങളിൽ പോവാറുണ്ട്, ഗുരുവായൂർ പോവാറുണ്ട്. പക്ഷെ അത്രയ്ക്ക് വലിയൊരു ഭക്തിയൊന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തിയാണ്. എങ്ങനെ ഞാൻ ഭക്തി ആയി എന്നല്ലേ, അതാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നടന്ന സംഭവ വികാസങ്ങൾ. അങ്ങനെ ഞാൻ തികഞ്ഞ ഗുരുവായൂരപ്പന്റെ ഭക്തിയായി. ദേവി ഭക്ത മാത്രമായിരുന്ന എന്നെ ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഭക്ത കൂടി ആക്കി തീർത്തു ഗുരുവായൂരപ്പൻ. എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ ദാസ എന്ന് പറയും പോലെ കണ്ണൻ വേണ്ട സമയത്ത് എന്നെ കണ്ണന്റെ അടുത്ത് എത്തിക്കുക തന്നെ ചെയ്തു. അത് വളരെ ജീവിതത്തിലെ ഒരു ആശ്ചര്യകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഇന്ന് ഈ കണ്ണന്റെ ഫോട്ടോകൾ വരയ്ക്കുന്നത് കച്ചവട ലക്ഷ്യം മാത്രമല്ല കേട്ടോ. ഇപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കണ്ണന്റെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണം, ഒരുപാട് കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളത് ഇന്ന് എൻ്റെ ഒരു തപസ്യാണ്. ഈ കണ്ണന്റെ ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുക, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. അല്ലാതെ ബിസിനസ് അല്ല കേട്ടോ എൻ്റെ ലക്ഷ്യം.